ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും ലിറ്റിൽ ഗ്രേസൽസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? എൻ്റെ പേര് തുളസി. ആദ്യമായിട്ട് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലും കൂടി പൊന്തി വരും. അപ്പോൾ ആ ബെല്ലും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഫുൾ ജാർ സോഡ. അപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്താലെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഞാനായിട്ട് എന്തിനാണ് ഉണ്ടാക്കാതിരിക്കുന്നത്? പക്ഷേ ഈ സോഡ ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സോഡ കുടിക്കുന്നത് അത്ര നല്ലതല്ല, നമ്മുടെ ബോഡിക്ക് എന്താ പറയുക, അത്ര നല്ലൊരു സംഭവമല്ല ഈ സോഡ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വല്ലപ്പോഴൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. പുറത്തുനിന്ന് കുടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ, പുറത്ത് കുടിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മഴക്കാലം കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സോഡ ഇങ്ങനെ എപ്പോഴും കുടിക്കുന്നതൊന്നും നല്ലതല്ല, വല്ലപ്പോഴൊക്കെ കുടിക്കാം. കാരണം ഇത് പല്ലൊക്കെ ദ്രവിക്കാൻ കാരണമാവും. അപ്പോൾ നിങ്ങൾ ഒരു സോഡ അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ വൈൻ ഗ്ലാസ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയി. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2 വൈൻ ഗ്ലാസ് ഞാൻ വാങ്ങിച്ചാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ 1-2 കടയിൽ കയറി, പക്ഷെ അവിടെ ഒന്നും ഈ സംഭവം ഇല്ലായിരുന്നു. അവർക്ക് ഈ ഗ്ലാസ് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ അവിടെ ഇല്ലാത്തതാണോ എന്നറിയില്ല. എന്തായാലും സംഭവം എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ 3-ാമതൊരു കടയിൽ കയറി. അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചു, കുഞ്ഞ് ഗ്ലാസ് ഉണ്ടോയെന്ന്. ഇനിയിപ്പോൾ വൈൻ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയാണ് ചോദിച്ചു. അപ്പോൾ അയാൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഫുൾ ജാർ സോഡേൻ്റെ ഗ്ലാസ് അല്ലേന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, സംഭവം ഞാൻ ഉദ്ദേശിച്ച കടയിൽ തന്നെ ഞാൻ എത്തിയിട്ടുള്ളത്. ഇവിടെ 1-2 പയ്യന്മാർ ഈ ഗ്ലാസ് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പോൾ ഈ കടയിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഈ ഗ്ലാസ്സാണ്. കാരണം എല്ലാവരും ഇത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് മാത്രമല്ല, ഞാൻ സോഡ വാങ്ങിക്കാൻ കയറിയപ്പോഴും ഒക്കെ എനിക്കിതേ എക്സ്പീരിയൻസ് ആണ്. സോഡ വാങ്ങിച്ച കടയിലുള്ള ആളും എന്നോട് ഇതുപോലെ ചോദിച്ചു, ഫുൾ ജാർ സോഡയ്ക്കാണോ കാന്താരി മുളക് കൂടുതൽ ചേർക്കണം, അങ്ങനെ കുറച്ച് ടിപ്സൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് 4 ടൈപ്പ് ഫുൾ ജാർ സോഡയാണ്. അപ്പോൾ ഇത് ഞാൻ 2 എപ്പിസോഡായിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ 2 എണ്ണം, 2-ാമത്തെ എപ്പിസോഡിൽ 2 എണ്ണം. അപ്പോൾ 1-ാമത്തെ എപ്പിസോഡിൽ ഞാൻ ചെയ്യുന്നത് മുന്തിരിയും ചോക്ലേറ്റുമാണ്. അപ്പോൾ ഈ 2 ഫ്ലേവറിലുള്ള ഫുൾ ജാർ സോഡയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ബ്ലാ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സോഡ ഉണ്ടാക്കാം. ഓക്കെ. 50 ഗ്രാം പഞ്ചസാര ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ, തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കി നല്ല പഞ്ചസാര സിറപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ അല്പം റോസ് വാട്ടറും ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ നീര്, ഒരു 3 ചെറിയ ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി, പുതിന, പച്ചമുളക്, ഇത് 3 ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ജ്യൂസാക്കിയതാണ്. പിന്നെ കശകശ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നന്നായിട്ട് പൊന്തി വരും. പിന്നെ മുന്തിരി ജ്യൂസ്, അതും ഞാൻ പഞ്ചസാര ചേർത്തിട്ടാണ് ജ്യൂസാക്കിയിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റിൻ്റെ പൗഡർ 1 ടേബിൾ സ്പൂൺ, 2 ടീസ്പൂൺ പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടി 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കുക. എന്നിട്ട് ഒന്ന് കുറുകുന്ന വരെ ചൂടാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെയാണിത് സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോക്ലേറ്റിൻ്റെ. പിന്നെ ഉപ്പ്, അതുപോലെ 1 ലിറ്ററിൻ്റെ പ്ലെയിൻ സോഡ. ഇത് ഒരു 3 ഗ്ലാസ്സേ ഉള്ളൂ, വലിയ ഗ്ലാസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണത് മുന്തിരി ഫ്ലേവറാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഷുഗർ സിറപ്പ് നമ്മുടെ ഗ്ലാസ്സിൽ ഒഴിക്കുകയാണ്. അത് അത്യാവശ്യം മധുരം നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ഒഴിക്കാം. ഷുഗർ സിറപ്പ് ഇതിലൊഴിച്ചു. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മുന്തിരി നീരൊഴിച്ചു. ഇനി വേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പുതിനയാണ്. പുതിന ടേസ്റ്റ് അത് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ചേർക്കാൻ പോണത് ഇഞ്ചി നീരാണ്. ഇഞ്ചി നീര് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാനിത് കൊടുക്കാൻ പോണ ആൾക്ക് അത്യാവശ്യം എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ എരിവ് കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. അച്ചാസീഡ്
ഇതിൻ്റെ മേലെ ഒന്ന് അലങ്കരിക്കാനാണല്ലോ നമ്മളിടുന്നത്. അപ്പോൾ അതും ചേർത്തു. ഇത്രയും കാര്യങ്ങൾ ചേർത്തു. പിന്നെ ഞാനിതിൽ നാരങ്ങാനീരും കൂടി ചേർക്കുന്നുണ്ട്. നാരങ്ങാനീര് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പുളി ഇരുന്നോട്ടെ, അപ്പോൾ അതുകൊണ്ട് നാരങ്ങാനീരും ചേർക്കും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് എല്ലാവരും ചെയ്യാറുണ്ടെന്നല്ല, ഞാനത് ചെയ്യും. അപ്പോൾ ഇതിൽ എനിക്ക് മധുരം കുറച്ചുകൂടി വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പ് ഇതിൻ്റെ മേലെയാണ് ഇട്ട് കൊടുക്കുന്നത്. സോഡ അതിലേക്ക് ഒഴിച്ചിട്ട് പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയത്തിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവൾ കാണിച്ചു തരും. ഹായ്. സോഡ ഞാനിതാ ഇത്രയും ഒഴിക്കുന്നുണ്ട്. സോഡത്തെ കുടിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായ? ഈ രണ്ടാമത്തെ സോഡ ഞാൻ റെഡിയാക്കാൻ പോവുകയാണ്. ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. ചാനലിൽ ഇട്ട് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഇടാം. ഇതിൽ ഞാൻ പുളി ചേർക്കുന്നില്ല, അതായത് ചെറുനാരങ്ങാനീര് ചേർക്കുന്നില്ല. ഇഞ്ചി, പുതിന, മുളക് ഇതിൽ ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. എനിക്ക് മുളക് അധികം ഇഷ്ടമല്ല. പിന്നെ കശകശ ഒരു 2 സ്പൂൺ. അപ്പം നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഗ്ലാസ് റെഡിയായി. അതുകൊണ്ട് എനിക്ക് മധുരം വേണം. നമുക്ക് ഒഴിച്ചു. ഇനി സോഡ ഒഴിക്കാം. ഞാനാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ എനിക്കിത് ഒറ്റ വലിയൊന്നും കുടിക്കാൻ പറ്റില്ല. ഇത് കുഴപ്പമില്ല, ചോക്ലേറ്റ് അല്ലേ, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിച്ചു. രണ്ടിൻ്റെ ടേസ്റ്റും. ഇപ്പോൾ രണ്ടിലേതാ കൂടുതൽ ഇഷ്ടമായത്? എനിക്ക് മുന്തിരി കുറച്ച് എന്താ പറയുക കുടിച്ചപ്പോൾ തരിച്ചിപ്പോയി. എരിവ് ഭയങ്കര എരിവായിരുന്നു. നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും. അതൊക്കെ ഭയങ്കര ഇതൊന്നും എഡിറ്റ് ചെയ്യരുത്. ഇത് തന്നെ ചോക്ലേറ്റ്. അപ്പം നമ്മുടെ എന്താ പറയാ, കുഴപ്പമില്ല. എനിക്കൊന്നും അത് സോഡ വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഞാൻ കുടിച്ചു. അപ്പോൾ നമ്മുടെ ഫുൾ ജാർ സോഡൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഫുൾ ജാർ സോഡൻ്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് കാണാം. അതുവരെ ബൈ.